മിന്നും കെട്ടിട്ട് സിന്ദൂരം തൊട്ടിട്ട് എൻ കൈയെ നിൻ കയ്യിൽ തന്നിടുമ്പോ ഒരു നാളും ഞാനിന്ന് നിങ്ങളോട് ഒരു ലോണിൻ്റെ കാര്യം പറയാനാണ് വന്നത്. ഈ ലോൺ കർഷകർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ. ക്ഷീര കർഷകർക്കാണ് മുൻഗണന. അപ്പോൾ ഞാൻ പറയും മുമ്പേ തന്നെ നിങ്ങൾക്കറിയാം ഇതേത് ലോണാണെന്ന് എല്ലാവർക്കും അറിയാം. PMEGP അതിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കർഷക ഗ്രൂപ്പുകളിലെല്ലാം ഇത് തന്നെയാണ് ചർച്ച. ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുമോ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ലോണ് കിട്ടാൻ എന്തൊക്കെയാണ് മാർഗം, നമുക്കതിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതൊരു സബ്സിഡി ലോണാണ് കേട്ടോ. സബ്സിഡി കിട്ടുന്ന ലോണാണ്. 35% സബ്സിഡി. അത് സ്ത്രീകൾക്ക് മുൻഗണനയാണ്. 10 പശു ഉള്ള യൂണിറ്റ് തുടങ്ങുന്നതിന് ലോണ് കിട്ടും. പുതിയതായിട്ട് ഒരു യൂണിറ്റ് തുടങ്ങുന്നവർക്കും, പിന്നെ അത് പോയിട്ട് പഴയ പശു ഫാം ഉണ്ടായിരിക്കുന്നവർക്ക് അതിനെ ഒന്നുകൂടെ വിപുലീകരിക്കാനായിട്ട് ഈ ലോണ് നമുക്ക് ഉപയോഗിക്കാം. നിലവിൽ പശു ഉള്ളവർക്കും അപേക്ഷിക്കാം കേട്ടോ, അപേക്ഷിക്കാം. പിന്നെ മിഷനറി, നമുക്ക് മിഷ്യൻസ് വാങ്ങിക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് ഈ ലോൺ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഫോം ഞാൻ ഇതിലിട്ടിരിക്കാം, എൻ്റെ വീഡിയോയിലിട്ടിരിക്കാം. അപ്പോൾ നിങ്ങളിത് വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് അത് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പെടട്ടെ. അതുകൊണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കൊടുക്കേണ്ടത് പശുവാണ് നമ്മൾ ഈടായിട്ട് കൊടുക്കേണ്ടത്. ഈട് ചെയ്യേണ്ടത് നമ്മൾ പശുവാണ്. സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായിട്ട് നിങ്ങൾ പോയി അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ബാങ്കിലാണ് ഇത് ഏറ്റവും പ്രധാനം. ബാങ്കുകാർ ലോൺ തന്നാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അവരെ പറയണം നിങ്ങൾക്കിതിന് അർഹതയുണ്ട്, നിങ്ങൾക്ക് ഈ ലോൺ കിട്ടും എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകാരുമായിട്ട് സംസാരിക്കുക. അവർ തന്നെയാണ് ലോണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് സബ്സിഡിയാണ്. ഇതിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം, ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വിശദമായിട്ട് ആ ഫോമിലുണ്ട്. അതൊന്ന് വായിക്കുക, വായിച്ചിട്ട് ക്ലിയറായിട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.